الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فهبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് തഖ്വയോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ 104-105 വചനങ്ങളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഹിജറ വർഷത്തിലെ ഒന്നാമത്തെ മാസമായ അതോടൊപ്പം പവിത്ര മാസവും കൂടിയായ മുഹറമിലാണ് നാം ഉള്ളത്. ഷഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമെന്ന് ഈ മാസത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിച്ച കാര്യം കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയതാണ്. റബ്ബ് ഏറെ മഹത്വം കൽപ്പിച്ച യുദ്ധം പോലും പാടില്ല എന്ന് ഹറാമാക്കി പഠിപ്പിച്ച മാസങ്ങളിൽ ഒന്നാണ് മുഹറം മാസം. പേര് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. മുഹറം എന്നാൽ പവിത്രമാക്കപ്പെട്ടത് എന്നാണ് നേരെ ആ വാക്കിന്റെ അർത്ഥം. അതേസമയം ഈ പവിത്രമായ മാസത്തെ വ്യത്യസ്തമായ തലങ്ങളിൽ അവഹേളിക്കുന്ന ഒട്ടനവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് ഈ മാസം നിബിഡമായി മാറിയതാണ് പിന്നീട് നമ്മൾ സമൂഹത്തിൽ
കാണുന്നത്. നബിയുടെയും സഹാബത്തിന്റെയും താബീങ്ങളുടെയും എല്ലാം കാലഘട്ടങ്ങളിൽ ഈ മാസം യുദ്ധം ഹറാമായ അക്രമങ്ങൾ പാടില്ലാത്ത മാസങ്ങളായി കണക്കാക്കപ്പെട്ടു പോകുന്നു. എന്നല്ല നബിയുടെ ആഗമനത്തിന് മുമ്പും ജാഹിലിയ്യ കാലഘട്ടത്തിൽ പോലും മുഹറം മാസം എന്നത് ഒരു പവിത്രമായ അക്രമങ്ങൾ നിർത്തിവെക്കുന്ന മാസമായി അവർ കണക്കാക്കി പോന്നിരുന്നു. അനിവാര്യമായ ഘട്ടങ്ങളിൽ മുഹറം പോലുള്ള മാസങ്ങളിൽ യുദ്ധവും വേണ്ടി വന്നാൽ അവർ ചെയ്യാറുള്ളത് ഈ മാസത്തിന്റെ പേര് മാറ്റലാണ്. തൽക്കാലം ഈ മാസത്തിന് സഫർ എന്ന് പേരിടും, അടുത്ത മാസം പകരം മുഹറം എന്നും പേരിടും. എന്നിട്ടാണ് അവർ ഈ മാസത്തിൽ യുദ്ധം ചെയ്യാറുള്ളത് അനിവാര്യമായ ഘട്ടത്തിൽ. അത്രയേറെ ജാഹിലിയ്യ കാലത്തെ മുസ്ലിക്കുകളായ ആളുകൾ പോലും ബഹുമാനിച്ചിരുന്ന മാസമായിരുന്നു എന്നർത്ഥം. പിന്നീട് ഷിയാക്കളുടെയും ഖവാരിജുകളുടെയും എല്ലാം രംഗപ്രവേശനമുണ്ടാവുകയും മുസ്ലിം ഉമ്മത്തിൽ ധാരാളമായ കുഴപ്പങ്ങൾ, ഫിത്നകൾ വ്യാപകമായി മാറുകയും മുസ്ലിം ഉമ്മത്ത് ഛിന്നഭിന്നമായി തിരിയുകയും ചെയ്ത കാലഘട്ടങ്ങളിൽ മുഹറവുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ഉണ്ടാവുകയും അതേ തുടർന്ന് മുഹറം ഒരു അശുഭമാസമായി, ഒരു ബർക്കത്തുമില്ലാത്ത ശൂന്യമായ മാസമായി കണക്കാക്കുന്ന വലിയൊരു വിഭാഗം ലോകത്ത് ഉണ്ടാവുകയും ചെയ്തു. അവരാണ് ഷിയാക്കൾ. അവരുടെ വ്യത്യസ്തമായ സ്വാധീനങ്ങളാൽ ഇന്നും മുസ്ലിം ഉമ്മത്തിൽ മുഹറം പിറക്കുമ്പോഴേക്ക് ദുശ്ശകുലമായി നഹ്സായി കണക്കാക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ട്. മുഹറം 1 മുതൽ 10 വരെ നഹ്സായി കാണുന്നവരും മുഹറം മാസം 1 നഹ്സായി കാണുന്നവരും വരെ മുസ്ലിം ഉമ്മത്തിൽ ഇന്നുണ്ട്. വിവാഹങ്ങൾ നിശ്ചയിക്കാൻ പാടില്ലാത്ത, പുതിയ വീടുകളിൽ താമസം മാറാൻ പറ്റാത്ത, യാത്രകൾക്ക് പോലും അനുയോജ്യമല്ലാത്ത, ഒന്നിനും ബറക്കത്തില്ലാത്ത മാസമായി ഈ മാസത്തെ ആളുകൾ ഇന്ന് കണക്കാക്കിപ്പോയി. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമെന്ന് നബിതങ്ങൾ പറഞ്ഞ ഏറ്റവും പവിത്രമായ 4 മാസങ്ങളായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒന്നായ ഈ മാസത്തെ നേർവിരുദ്ധമായ തലത്തിലേക്കാണ് ആളുകൾ അതിനെ പ്രചരിപ്പിച്ചത് എന്നർത്ഥം. സൂറത്ത് തൗബയിൽ അല്ലാഹു പറഞ്ഞുവല്ലോ, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. അല്ലാഹു തആല ആകാശഭൂമിയെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ മാസങ്ങളുടെ എണ്ണം 12 ആണ്. അതിൽ 4 മാസം പവിത്രങ്ങളാണ് എന്ന് തൗബ സൂറയിൽ അല്ലാഹു തആല പറഞ്ഞു. ആ 4 മാസങ്ങൾ ഏതാണ് എന്ന് നബി തങ്ങൾ വിശദീകരിച്ചു. അതിലൊന്നാണ് മുഹറം മാസം. അത്രയും മഹത്വമുള്ള ഒരു മാസത്തെ നഹ്സായ ദുസ്സഹുലമായ മാസമാക്കി മാറ്റിയതിൽ മുഖ്യമായ പങ്ക് ഷിയാക്കൾക്കാണ്. ഇത് 61 വർഷം കൂഫയിൽ വെച്ച് ഹുസൈൻ ബിൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു നബിയുടെ പേരക്കുട്ടി അലി ബിൻ അബി താലിബിന്റെയും ഫാത്തിമ റളിയല്ലാഹുവിന്റെയും മകനായ ഹുസൈൻ ബിൻ അലി കൊല്ലപ്പെടുകയും അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു കൊലപാതകം നടന്ന ആ ദിവസത്തെ അവര് വലിയ ഒരു ആഘോഷമാക്കി, അല്ലെങ്കിൽ ഒരു ദുഃഖവർഷമാക്കി കണക്കാക്കുകയും അവിടെ നിങ്ങോട്ടാണ് മുഹറം 10 എന്നത് ഉത്സവത്തിന്റെ സമയമായി കണക്കാക്കപ്പെട്ടു പോകുന്നത്. കർബലയിൽ വെച്ചാണ് അദ്ദേഹം ഷഹീദായ കൊല്ലപ്പെടുന്നത്. മുസ്ലിങ്ങൾക്ക് എതിരുണ്ടായ ചില ഫിത്നകൾ, ഫസാദുകൾ, അതേ തുടർന്ന് മുസ്ലിം ഉമ്മത്തിനിടയിലെ ഒരു മസ്ലഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോവുകയും യഥാർത്ഥ അവർ കപടന്മാരായിരുന്നു, അതിൽ ചതിച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയുമാണ്. ഹിജ്റ 61 വർഷം. അതോടുകൂടി 2 തലക്കരായ മുസ്ലിമീങ്ങൾ മാറി. എന്നാൽ അതിനെ വലിയ ആഘോഷമാക്കി മാറ്റിയവർ അന്ന് മുസ്ലിം നാമധാരികളായ ആളുകളിൽ ഒരു ഭാഗം ഉണ്ടായി സന്തോഷമായി ആഘോഷമാക്കി ആ ദിവസത്തെ മാറ്റിയവർ. മറ്റൊന്ന് ദുഃഖമായി, ദുഃഖവും വിഷമത്തിന്റെയും ഒക്കെ സമയമായി മുഹറം 10 കണക്കാക്കുകയും പിന്നീട് വരുന്ന മുഹറം 10 ഈ സ്മരണ എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ ദുരാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ മുസ്ലിം ഉമ്മത്തിൽ കൊണ്ടുവരികയും ചെയ്തു. യാ ഹുസൈൻ, യാ ഹുസൈൻ വിളിച്ചുകൊണ്ട്
അദ്ദേഹത്തെ വിളിച്ചു കരയുന്ന, സങ്കടം പറയുന്ന സാഹചര്യങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും ചില അത്തരം ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്ന്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ മതം പൊളിക്കാനായി ദൂതന്മാർ പടച്ചുവിട്ട ശിആയിസം എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള ആളുകളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളുടെ ഉത്ഭവമെന്നെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാതെ അല്ലാഹു റസൂലിന്റെ കൽപ്പനകളിലോ സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളിലോ അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല. ഹുസൈൻ ഇബ്നു അലി ഈ മസ്ലഹത്തിന് വേണ്ടി ക്ഷണിക്കപ്പെടുകയും അദ്ദേഹം അതിനുവേണ്ടി പോവുകയും ചെയ്യുമ്പോൾ ഇബ്നു അബ്ബാസിനെ പോലെ ഇബ്നു ഉമറിനെ പോലെ റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബിമാർ പലരും ഇത് പറയുന്നുണ്ട്, ഇത് ഖൈറല്ല, ഇത് ചതിയാണ്, താങ്കൾ പോകാതിരിക്കാൻ നല്ലത് എന്നൊക്കെ പറഞ്ഞെങ്കിലും മറുഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ശക്തമായപ്പോൾ ഒരു ഖൈറുണ്ട് എന്ന് മനസ്സിലാക്കുകയും എങ്കിൽ ഞാൻ ചെന്നിട്ട് ഒരു ഖൈറാകുന്നുവെങ്കിൽ ആ ഫിത്ന അവസാനിക്കുന്നുവെങ്കിൽ ആകട്ടെ എന്ന് കണക്കാക്കി അദ്ദേഹം പോവുകയുമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ചതിയായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം വളരെ ദാരുണമായി കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ചരിത്രത്തിൽ ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടുണ്ടെങ്കിലും അഹ്ലുബൈത്തിന്റെ പേരിൽ വ്യാജമായ കണ്ണുയൊഴുക്കി അഹ്ലുബൈത്തിന് കളങ്കമുണ്ടാക്കിയതിൽ മുമ്പിൽ നിൽക്കുന്നവർ ഒന്ന് ശിയാക്കളാണ്, തിരിച്ച് അവർക്ക് പരിക്കുണ്ടാക്കിയത് ഖവാരിജുകളുമാണ്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം മുസ്ലിം ഉമ്മത്തിൽ വലിയ ഫിത്നയ്ക്ക് തുടക്കമായെങ്കിൽ സമാനമായി മറ്റൊരു ഫിത്നയ്ക്ക് വഴിതിരിച്ചതായിരുന്നു ഹുസൈൻ ഇബ്നു അലിയുടെ കൊലപാതകം എന്ന് കാണാൻ കഴിയും. ഏതാണെങ്കിലും അതിന്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ടാണ്, അതിന് സ്മരണ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് കർബലയും മുഹറം 10 ആ പ്രത്യേകമായ ഒരു ആണ്ടർലികളായി പ്രത്യേകമായി ആഘോഷങ്ങളുടെയോ അതല്ലെങ്കിൽ ദുഃഖങ്ങളുടെയോ സമയമായി മുസ്ലിം ഉമ്മത്തിൽ കണക്കാക്കപ്പെടുന്ന രീതി അവിടെ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. മുൻഗാമിയായ ഹുസ്സയുടെ പണ്ഡിതന്മാർ വളരെ വിശദമായി ഈ കാര്യങ്ങളെ കൃത്യമായി പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അത്തരം ചില പ്രചാരങ്ങളിൽപ്പെട്ട് നമ്മളും ഇത്തരം തെറ്റായ വിശ്വാസങ്ങൾക്ക് പോയിക്കൂടാ എന്നാണ് സൂചിപ്പിക്കാറ്. മുഹറം 1 മുതൽ 10 വരെ നഹ്സായി കണക്കാക്കി അത് വിവാഹങ്ങളില്ല, അന്ന് പ്രത്യേകമായ കാര്യങ്ങളൊന്നും ചെയ്യാവതല്ല, വീട് താമസമാക്കാവതല്ല, പ്രധാനപ്പെട്ട യാത്രയ്ക്ക് പോലും പറ്റിയ സമയമല്ല എന്ന് പറഞ്ഞ് പവിത്രമായ മാസത്തിന്റെ 10 ദിവസങ്ങളെ പൂർണ്ണമായും നഹ്സായി കണക്കാക്കിപ്പോരുന്നു. ഇന്നും നമ്മുടെ നാട്ടിൽ പോലും ആളുകൾ യഥാർത്ഥ നഹ്സ് വിശ്വാസം തന്നെ മുസ്ലിമിന്റെ വിശ്വാസമല്ല, ഒരു ജൂതന്റെ വിശ്വാസമാണ്, ക്രൈസ്തവന്റെ വിശ്വാസമാണ്. പഴയ കാലങ്ങൾ മുതൽ തന്നെ ജൂതനും ക്രിസ്ത്യാനിയും നഹ്സ് വിശ്വാസമുണ്ട്. ചില ദിവസങ്ങൾ, ചില സമയങ്ങൾ, ചില സ്ഥലങ്ങൾ അവർക്ക് ദുശ്ശകരമായി കണക്കാക്കുകയും ബറക്കത്തില്ലാത്ത ശൂന്യമായ സമയങ്ങൾ ദിവസങ്ങളായി കണക്കാക്കുകയും ചെയ്യുന്ന രീതി ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും മുമ്പേ ഉണ്ട്. ആ ജൂതന്റെ ക്രൈസ്തവന്റെ സംസ്കാരം ജൂതന്റെ സൃഷ്ടിയായ ശിയാക്കളിലൂടെ ഈ ഉമ്മത്തിലേക്ക് യഥാർത്ഥത്തിൽ വരികയാണ് ചെയ്തത്. ഇന്ന് പല മുസ്ലിം കലണ്ടറുകളിൽ പോലും എല്ലാ അറബി മാസങ്ങളിലും പല ദിവസങ്ങൾ നഹ്സായി രേഖപ്പെടുത്തുന്നതുപോലും കാണാൻ കഴിയുമെന്നത് വല്ലാത്ത വിരോധാഭാസമാണ്. റബ്ബിന്റെ ഖലാഖ് വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്ത് നഹ്സാണ് പിന്നെ ഉള്ളത്? റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം തീരുമാനിച്ചുറപ്പിച്ചവരാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് റബ്ബിന്റെ തീരുമാനമാണ് ഈ ലോകത്ത് നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും ഏത് എപ്പോൾ നടക്കും, എങ്ങനെ നടക്കുമെന്ന് റബ്ബ് തീരുമാനിച്ചതാണ്. ഖലാഖിന്റെ ഭാഗമാണ്. ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണല്ലോ അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഖൈറും ശർറുമായ ഖദറിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ്. എന്നിട്ട് പോലും അതിന് വിരുദ്ധമായി വിഘാതമായി ഈ ദിവസം ശൂന്യമായ ദിവസമാണ്, അന്ന് മോശമായ ദിവസമാണ്, അന്ന് വിവാഹം നടന്നാൽ ആ വിവാഹം ശരിയാവുകയില്ല, നല്ലവർക്ക് മുന്നോട്ട് പോവുകയില്ല, അന്ന് വീട് താമസമാക്കിയാൽ ആ വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടാവുകയില്ല എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു പറ്റിച്ച് നമ്മിൽ നിന്ന് സാമ്പത്തികമായ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം തന്നെ ഈമാനികമായി വിശ്വാസപരമായി ഉള്ള തകർച്ച കൂടി മറുഭാഗത്തുണ്ടാകുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയുക. നബിതങ്ങൾ ഈ മാസവുമായി പഠിപ്പിച്ചു. ഒന്ന് നേരത്തെ സൂചിപ്പിച്ചത് അല്ലാഹുവിന്റെ മാസമാണ് എന്ന ആ സന്ദേശമാണ്. രണ്ടിന് പവിത്രമാണ്, യുദ്ധം ഹറാമാണ്, അക്രമങ്ങൾ പാടില്ലാത്ത മാസമാണ് എന്നാണ്. അതോടൊപ്പം മൂന്നാമതായി ഈ ദിവസത്തിൽ മുഹറം 9, 10 അല്ലെങ്കിൽ 10, 11 നോമ്പെടുക്കാൻ നബിതങ്ങൾ പ്രത്യേകമായി നമ്മെ കൽപ്പിക്കുന്നുണ്ട്. നബിതങ്ങൾ മക്കയുടെ കാലത്ത് തന്നെ മുഹറം 10 നോമ്പെടുക്കാറുണ്ട്. അന്ന് മക്കയിൽ മുസ്ലിക്കീനോ മുഹറം 10 നോമ്പെടുക്കാറുണ്ട്. ചരിത്രത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന മാസം കൂടിയാണ് മുഹറം എന്നത്. ഫിർഔൻ നശിച്ചത് മുഹറം മാസത്തിലാണ്, മുഹറം 10 മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശുക്റായിക്കൊണ്ട്
നോമ്പെടുക്കാനായിരുന്നു നബിതങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഫിർഔൻ നശിച്ചതിന് നന്ദി അർപ്പിച്ചുകൊണ്ട്, അവൻ നശിപ്പിച്ചതിന്റെ നന്ദിയായിക്കൊണ്ട് മൂസാ നബിയും കൂടെയുള്ളവരുമൊക്കെ മുഹറം 10 നോമ്പെടുക്കാറുണ്ടായിരുന്നു. മക്കയിൽ മുശ്രിക്കീങ്ങൾ മുഹറം 10 ജാഹിലിയ്യ കാലത്ത് നോമ്പെടുക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. നബിതങ്ങളും വന്ന് നോമ്പെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നബിതങ്ങൾ മദീനത്തേക്ക് എത്തുമ്പോൾ മദീനയിൽ വന്നപ്പോൾ യഹൂദികൾ മുഹറം 10 നോമ്പ് നോക്കുന്നതായി കണ്ടു. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾ നോമ്പെടുക്കുന്നത്? ഇവിടെ മറുപടി, ഈ ദിവസം മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല തന്റെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് അതിൽ നന്ദിയായി മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റ ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് നോക്കുന്നുവെന്നാണ് അവർ പറഞ്ഞ മറുപടി. നബി തങ്ങളെ പറഞ്ഞു, നിങ്ങളെക്കാളേറെ മൂസാ നബിയോട് ബന്ധമുള്ളത് ഞങ്ങളെക്കാളെന്ന് പറയുകയും സ്വഹാബത്ത് നബിതങ്ങൾ മുഹറം 10 നോമ്പെടുക്കാൻ പ്രത്യേകമായി കൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് യഹൂദികളും നസാറാക്കളും ചെയ്യുന്ന കാര്യങ്ങളിൽ എതിരാകണമെന്ന ഒരു നിയമം ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെട്ടത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. അഹ്ലുൽ കിതാബിനോട് യഹൂദി നസാറാക്കളോട് എതിരാവുക എന്നത് ഈ ശരീഅത്തിന്റെ ഭാഗമായി അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ 9 കൂടി നോമ്പ് നോക്കുക. അവർ 10 മാത്രമാണ് നോക്കുന്നത്. ഇവിടെ എതിരാകാൻ അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ 10ന്റെ കൂടെ 9 കൂടി വെച്ച് അവരോട് എതിരാവുക. അവർ 10 മാത്രം നോക്കുമ്പോൾ നമ്മൾ 9 10 നോക്കുക. അല്ലെങ്കിൽ മറ്റു ഹദീസുകളിൽ 10 11 നോക്കാൻ നബിതങ്ങൾ അനുവാദം നൽകിയതായി കാണാൻ കഴിയും. പക്ഷേ ആ വർഷം നബിതങ്ങൾ ഉണ്ടായില്ല. അതിനു മുമ്പ് നബിതങ്ങൾ വഫാത്തായി പോയി. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന് ശേഷം മുഹറം 9 10 നോറ്റു, അല്ലെങ്കിൽ 10 11 നോറ്റു. അതാണ് ഇസ്ലാമിൽ മുഹറവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. അതല്ലാതെ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ലാത്തോ പ്രത്യേകം ചെയ്യേണ്ടതായ മറ്റെന്തെങ്കിലും ആഘോഷങ്ങളോ മറ്റൊരു വിവാദാത്തുകളോ പ്രത്യേകമായൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. അത് കാര്യങ്ങളെ ശരിയാവണ്ണം ഗ്രഹിച്ച് പ്രമാണങ്ങൾ എന്താണ് നമ്മോട് ഏത് വിഷയം പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി അതിന് പിൻപറ്റലാണ് നമുക്കുള്ള ബാധ്യത. അല്ല നാട്ടിൽ എന്താണ്, ഭൂരിപക്ഷം എങ്ങനെയാണ്, എല്ലാവരും എന്താ ചെയ്യുന്നത്, അത് നോക്കി ആ ഒഴുക്കിന്റെ കൂടെ നീന്താനല്ല പഠിപ്പിക്കപ്പെടുന്നത്. ഇന്ന് വീണ്ടും കർബല അനുസ്മരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, കർബല സമ്മേളനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, മുഹറം ആഘോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക സ്ഥാപനങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കായ ആളുകൾക്ക് ദീൻ പഠിപ്പിക്കുന്നുവെന്ന് പറയുന്ന സ്ഥാപനങ്ങളുടെ അഡ്രസ്സിൽ പോലും മുഹറം ആഘോഷങ്ങൾ, കർബല ആഘോഷങ്ങളൊക്കെ രണ്ടാമത് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കുറച്ചു കാലമായി ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടെങ്കിലും പരസ്യമായി തന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാണുന്നു. അവിടെയൊക്കെ കൃത്യമായ നിലപാടുകൾ നാം സ്വീകരിക്കുകയും ശരിയായ ചരിത്രം എന്താണ്, വസ്തു എന്താണ് എന്ന് മനസ്സിലാക്കി അതുപ്രകാരം നമ്മോട് കൽപ്പിക്കപ്പെട്ടത് മാത്രം ചെയ്യുകയും മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതിനെ അങ്ങനെ തന്നെ കണക്കാക്കി പോവുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുന്നതാണ്. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാർ റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഏറെ മഹത്വമുള്ള സ്വഹാബിമാരാണ്. നബി തങ്ങൾ അവരെ വിശേഷിപ്പിച്ചത് സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന എന്നാണ്. സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് ഹസനും ഹുസൈനും എന്ന് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട സ്നേഹിച്ച പേരമക്കൾ കൂടിയായിരുന്നു അവർ രണ്ടുപേരും. മിമ്പറിൽ വെച്ച നബി തങ്ങൾ ഖുത്ബ നിർവഹിക്കുമ്പോഴാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ചെറിയ പ്രായത്തിൽ മുട്ടുകുത്തി പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നത് കാണുകയും നബി തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി അവരെയും എടുത്തുകൊണ്ടാണ് പിന്നീട് മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞത്, ഇവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, നിങ്ങളും അവരെ സ്നേഹിക്കണം എന്ന് നബി തങ്ങൾ പ്രത്യേകമായി സ്വഹാബത്തോട് പറയുന്നത് കാണാൻ കഴിയും. അവരെ സ്നേഹിക്കുക, അവരുടെ മഹത്വങ്ങളെ അംഗീകരിക്കുക എന്നത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഹസൻ ബിൻ അലിയെ പറ്റി നബി തങ്ങൾ പറഞ്ഞു,
ഇന്ന ബനി ഹാദാ സയ്യിദുൻ യുസ്ലിഹു അല്ലാഹു ബിഹി. എന്റെ ഈ മകൻ അവനൊരു സയ്യിദാണ്, നേതാവാണ്. അവനെക്കൊണ്ട് അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിലെ രണ്ടു സംഘങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കും എന്ന് നബിതങ്ങൾ നേരത്തെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഇത്തരം സംഭവവികാസങ്ങളിലേക്ക് ചില സൂചനകൾ വ്യത്യസ്തമായ ഹദീസുകളിൽ നബിതങ്ങൾ നേരത്തെ നൽകിയിട്ടുണ്ട്. പക്ഷെ അതേസമയം സൂചിപ്പിച്ച പോലെ അതിന്റെ മറവിലാണ് ഈ പറയപ്പെട്ട എല്ലാം പിന്നീട് ചരിത്രത്തിൽ നടന്നതായി കാണുന്നത്. അവിടെയൊക്കെ ഓർക്കേണ്ടത് ഒരു അമലായി മാറണമെങ്കിൽ, അത് നമുക്ക് പ്രതിഫലാർഹമായി തീരണമെങ്കിൽ അല്ലാഹു റസൂലും പഠിപ്പിച്ച അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാകുമ്പോഴാണ് സ്വീകാര്യയോഗ്യമായി മാറുക. അല്ലെങ്കിൽ എന്നെ തോതിവെച്ച ആയത്തിൽ പരാമർശിച്ചതുപോലെ ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന ളല്ല സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അഥവാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ആരാണ് ഏറ്റവും നഷ്ടക്കാരായ അമലിന്റെ ആളുകളെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. അഥവാ അല്ലദീന ളല്ല സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിൽ പരിശ്രമങ്ങൾ വഴിമാറിപ്പോയവരാകുന്നവർ. എന്നാൽ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ വിചാരിക്കുന്നു ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്നു, നല്ലതാണ് എന്ന ഭാവത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിലോ അത് നല്ലതല്ല, അതെല്ലാം പാഴായി പോകുന്നു, അതൊന്നും പ്രതിഫലാർഹമായി മാറുന്നില്ല. അവരാണ് അഖ്സരീന അഅ്മാല, ഏറ്റവും നഷ്ടക്കാരായ അമലിന്റെ ആളുകൾ എന്നാണ് അല്ലാഹു തആല പ്രത്യേകമായി എന്നെ ഓർമ്മപ്പെടുത്തിയത്. നമ്മളും ആ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാകണം. ഇത്തരം ഷിയാക്കളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ആയത്ത് മുൻകാണുന്നത് ധാരാളമായി അവർ അതുമായി ബന്ധപ്പെടുത്തി ഇതിനെ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അവർക്ക് ഉദാഹരണമായി കൊണ്ട്. കാരണം ധാരാളം കർമ്മങ്ങൾ ചെയ്തു, പക്ഷെ അതൊക്കെ ശരിയായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലത്തിൽ അല്ലാതെ പോയപ്പോൾ അതൊന്നും പ്രതിഫലം കാക്ഷിക്കാൻ പറ്റിയതല്ല. പക്ഷെ അവരുടെ കണക്കിൽ അത് വലിയ പ്രതിഫലാർഹമാണ്. മാറത്തടിച്ച് കരയുന്നവർ, സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്നവർ, മരിക്കാൻ പോലും തയ്യാറാകുന്ന ആളുകൾ, എത്ര ആത്മാർത്ഥമായിട്ടാണ് അവരൊക്കെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അല്ലദീന ളല്ല സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിൽ ചെയ്ത അമലുകൾ, പരിശ്രമങ്ങൾ അതൊക്കെ വഴികേടിലായി പോയി, വഴിമാറി സംഭവിച്ചു. പക്ഷേ അവരുടെ വിചാരം ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ് എന്നാണ്. അവർ വമ്പൻ നഷ്ടക്കാരാണ് എന്ന ആയത്ത് നാം പ്രത്യേകമായി ഓർക്കുകയും നമ്മളും ചെയ്യുന്ന അമലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും വേണം. പലതും നല്ലതാണെന്ന് വിചാരത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നല്ലതല്ലേ, ദീനല്ലേ, നിസ്കാരമല്ലേ, നോമ്പല്ലേ, ദിക്റല്ലേ, ദുആഅല്ലേ, സ്വലാത്തല്ലേ എന്ന പേരിൽ പലതും അങ്ങനെ ചെയ്തു കൂട്ടും. പക്ഷെ ഇതൊന്നും അല്ലാഹു റസൂൽ പഠിപ്പിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല എങ്കിൽ അത് ഗുണത്തേക്കാളേറെ മോശമായിട്ടാണ് ഭവിക്കുക. അതുകൊണ്ട് ഏത് അമൽ ചെയ്യുമ്പോഴും എന്താണ് അതിന്റെ ഇസ്ലാമിക പ്രമാണങ്ങളെ പിൻബലമുണ്ടോ, അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാണോ എന്നൊക്കെ അന്വേഷിക്കുകയും അങ്ങനെ മതത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം അത് അമലായി ചെയ്യുകയും, ഇല്ലെങ്കിൽ ആരൊക്കെ ചെയ്താലും ശരി അത് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. മഹാഭൂരിപക്ഷം അതിന്റെ പിന്നാലെ ഉണ്ടെങ്കിലും, എത്രായിരം ആളുകളുടെ പിൻബലമുണ്ടെങ്കിലും അത് ദീനായി സ്വീകരിക്കാൻ ന്യായമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ശരിയായ ദീന് പഠിച്ച് അത് പ്രാവർത്തികമാക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.